Welcome to a fresh new episode of Kushka Talks. നമ്മുടെ ബാംഗ്ലൂർ ഇപ്പോൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ. അതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, പറ്റിക്കപ്പെടുന്ന ഒരുപാട് ഇൻസിഡൻസ്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫും സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം, അല്ലേ? എന്താണ് വിഷയം? ഇപ്പൊ നമ്മളിപ്പം ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നോർമലി ഒരു സാധാരണക്കാരൻ വരികയാണെങ്കിൽ ആദ്യം ചൂസ് ചെയ്യുക ബസ്സാണ്. ബാംഗ്ലൂർ സിറ്റി മൊത്തം ചുറ്റാൻ വേണ്ടിയിട്ട് BMTC ബസ്സാണ് ഉള്ളത് നമുക്കിപ്പോൾ. മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതെ, അതിൽ തന്നെ BMTC തന്നെ AC നോൺ AC എന്ന് വരുന്നുണ്ട്. അതിൽ ഡെയിലി പാസ് എടുക്കാൻ പറ്റും നമുക്ക്. ഡെയിലി പാസ് ആണെങ്കിൽ നോർമൽ ബസ് ആണെങ്കിൽ 80 റുപ്പീസും AC ബസ് ആണെങ്കിൽ 140 റുപ്പീസാണ് വരുന്നത്. അത് വൺ ഡേ നമുക്ക് ഫുള്ളായിട്ട് അത് വെച്ച് എവിടെ വേണേൽ ഇറങ്ങാം, എവിടുന്ന് വേണേൽ കയറാം, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ചുറ്റി കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ, പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ തന്നെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. നമുക്ക് ഇപ്പോൾ 80 റുപ്പീസിന്റെ പാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ എവിടെയും. അതേപോലെ വേറെ എന്താ വെച്ചാൽ മിനിമം ചാർജ് നാട്ടിലെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇവിടെ. ഒരു സ്റ്റോപ്പിന് വളരെ കുറവാണ്. അതെ, അപ്പൊ ബസ് പോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെട്രോ, ബാംഗ്ലൂർ മെട്രോ. അതെ, ബാംഗ്ലൂർ മെട്രോ എന്ന് പറയുന്നത് 2 ലൈനാണ് വരുന്നത്, പർപ്പിളും ഗ്രീനും. നമ്മുടെ ഗ്രീൻ വരുന്നതെന്ന് പറയുന്നത് മാടവരേന്ന് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയാണ് വരുന്നത്. ഗ്രീൻ. പർപ്പിൾ വരുന്നതെന്ന് വെച്ചാൽ കാടുകുടി ടു നമ്മളെ ചെല്ലകട്ടെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പ്രൈവറ്റ് സെക്ടർ അല്ലാണ്ട്, അതായത് പബ്ലിക് സെക്ടർ അല്ലാണ്ട് നമുക്ക് ഒരുപാട് ഈ പറയുന്ന പോലെ ടാക്സീസും അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു? ഇവിടെ ബാംഗ്ലൂർ ഒരാൾ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആപ്സ് വഴിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാബ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്യാബുകാരൻ വന്നിട്ട് നിങ്ങൾ പൈസ തന്നാൽ മതി ഞങ്ങൾ കൊണ്ടുവിടാൻ പറയുമ്പോൾ ഒരിക്കലും കയറാതിരിക്കുക. അത് വൻ സ്കാമാണ്. ഇപ്പോൾ ഈ അടുത്തുകൂടെ ഒരു ന്യൂസ് വന്നു, ഒരു പയ്യൻ രാത്രി ബാംഗ്ലൂർ എത്തിയിട്ട് ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്നത്, അതെ, സാറ്റലൈറ്റിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോക്കാർ വന്നിട്ട് അവനോട് പറഞ്ഞു നമ്മൾ കൊണ്ടുവിടാം, കുറച്ച് പൈസ കൊടുത്താൽ മതി. അത് ആപ്പ് വഴിയൊന്നും ബുക്ക് ചെയ്തല്ല. അങ്ങനെ അവൻ ബുക്ക് ചെയ്ത് കുറച്ച് നേരം പോയപ്പോൾ അവരുടെ വേറൊരു ഫ്രണ്ട്സും കൂടെ വന്നു. അങ്ങനെ അവനെ ആക്രമിച്ച് ഇവൻ്റെ ഫോണും പൈസയും പേഴ്സും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി. ആ ഒരു റീല് മാക്സിമം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വൈറലായ ഒരു റീലാണ് ഇവിടെ. അതുപോലെ തന്നെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആപ്പ് വഴി യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? ആപ്പ് വഴി എപ്പോഴും സെക്യൂർ ആണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു പ്രൂഫ് ഉണ്ട് നമ്മളെടുത്ത്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഊബർ ആണെങ്കിലോ അല്ലെങ്കിൽ ഓല ആണെങ്കിലോ നമ്മയാത്രയോ അതുപോലെ റാപ്പിഡോ ഒരു 4-5 ആപ്സ് ഉണ്ട് ബാംഗ്ലൂർ. അതിൽ ഏതെങ്കിലും ഒന്ന് കഴിയുന്നത് യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ക്യാബ്സും കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് ഒന്നീ പറയുന്ന പോലെ തന്നെ നമുക്ക് റൂട്ട് കറക്റ്റ് കോസ്റ്റ് മനസ്സിലാവും. എത്രയാണ് നിങ്ങളുടെ കറക്റ്റ് ചാർജ്? അതായത് എന്ന് പറയുന്നത് മോഹന വിലകളൊന്നുമല്ല, നമുക്ക് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ 1 നിന്ന് ഡെസ്റ്റിനേഷൻ 2ലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, അത് എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ചാർജ്, ഇതൊക്കെ നമുക്ക് അറിയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് സേഫ്റ്റിയും അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി നമുക്ക് എടുത്തു പറയാം ഈ 4 ആപ്സ്, കാരണം ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആണ്. അതുപോലെ നമുക്ക് ആപ്പിൽ ആദ്യം കാണിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ ലൈക്ക് അവർ വേറെ ഏതെങ്കിലും വഴി കൂടെ തിരിച്ചു വിട്ട് പോയിട്ട് കൂടുതൽ എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ കംപ്ലൈന്റ് റേസ് ആണെങ്കിൽ ആ ഫണ്ട് റീഫണ്ട് ആവും. അതേപോലെ ഇപ്പൊ ചില സമയത്ത് ഇപ്പം നമുക്ക് ഒരു 5-10 മീറ്റർ ഒക്കെ ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ക്യാബുകാരൻ നമ്മളോട് പറയും നമ്മൾ അവിടെ വരെ കൊണ്ടാകും, നല്ല സൗമ്യ രീതിയിലാണ് സംസാരിക്കുക. പക്ഷെ അവിടെ എത്തിയാൽ ചിലപ്പോൾ അതിന് വേണ്ടി 100-200 അധികം വാങ്ങും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ട് റീഫണ്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അതുപോലെ അവർ ഹറാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്യാബ് എടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല അവർ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുക അല്ലെങ്കിൽ എത്ര രൂപയാണ് ചാർജ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഓട്ടോക്കാരുടെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് പണ്ടും വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പം ഒരു 2 കിലോമീറ്റർ ചുറ്റളവാണെങ്കിലും അവർ ചുറ്റി സമയം ഒന്ന് വൈകിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന പോലെ മീറ്റർ ഒന്നാമത് ഇവിടെ ബാംഗ്ലൂരിൽ ഒരു ഓട്ടോ മീറ്റർ കാശ് ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ ചുറ്റി 100 രൂപന്റെ ഓട്ടോ അവർ 500 രൂപയാക്കും. പിന്നെ നമുക്ക് വേറൊരു ഇഷ്യൂ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണ്ട് അവർ പകുതി വഴിക്ക്, അതായത് ആദ്യമായിട്ട് വരുന്ന ഒരാളോടാണെങ്കിൽ ഇപ്പൊ മെജസ്റ്റിക് നിന്ന് മത്തിക്കരയ്ക്കാണ് അയാൾ ഓട്ടോ പിടിക്കുന്നത് വിചാരിച്ചോ, ഓൾറെഡി ഒരുപാട് ദൂരമുണ്ട്. ഇയാള് മല്ലേശ്വരം എത്തിയിട്ട് പറയും ഇതാണ് മത്തിക്കര, ഇറങ്ങിക്കോന്ന് പറയും. ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ വിശ്വസിച്ച് ഇറങ്ങും ചെയ്യും, എന്നിട്ട് നല്ലൊരു പൈസയും വാങ്ങി വരും. അതെ, അതും നല്ലതാണ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 4 ആപ്സ് ആണ് റാപ്പിഡോ, യൂബർ, നമ്മയാത്രി, ഓല. പിന്നെ അതേപോലെ നമ്മയാത്രി. ഓക്കെ,
സോ ഇങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം. പിന്നെ ഇപ്പൊ നാം പറയുന്ന വെച്ചാൽ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ഇതായിട്ടുണ്ട്. ലൈക്ക് എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ട് ബാംഗ്ലൂർ ഇറങ്ങണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെയിൻ ആയിട്ടുള്ളത് മെജസ്റ്റിക്കും മടിവാളയാണ്. ആ സമയത്ത് ഈ പറയുന്ന പോലെ ഓട്ടോക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് നല്ല മധുരമായ സംസാരത്തിലൂടെ ചേട്ടാ 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 വാ ചേട്ടാ ചേട്ടാ ഇവിടെ കൊണ്ടുപോ ചേട്ടാ അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ഡെസ്റ്റിനേഷൻ കൊടുക്കുക ഒന്ന് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ KSRTC ബസ്സുകളും കർണാടക RTC ബസ്സുകളും മെയിൻ ആയിട്ട് വരിക സാറ്റലൈറ്റിലേക്കാണ്. പിന്നെ മെജസ്റ്റിക്കിലേക്ക് വരും, ശാന്തിനഗർ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ടീമുണ്ട്. പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ കൂടുതലും വരുന്നത് മടിവാള സിൽക്ക് ബോർഡ് ഏരിയാസിലേക്കാണ്. ഈ ഏരിയയിലെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ ഓട്ടോ സ്റ്റാൻഡ്സും ഓട്ടോക്കാരും ഒരുപാടുണ്ട്. ബട്ട് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഒരു കാരണവശാലും ഒരു ആപ്സിന്റെയും നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ 4 ആപ്പിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിലേക്ക് വരുന്നതിന് മുമ്പ് ഓൾറെഡി ഈ ആപ്സ് ഒക്കെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ട്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ സുഖമായിട്ട് എത്താം, ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട്. പിന്നെ ഈ പറയുന്ന വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് വെച്ചാൽ ഈ BMTCന്റെ റൂട്ടും കാര്യങ്ങളും. അതെ, അത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ലൈക്ക് നമ്പറാണ് വരുന്നത്, റൂട്ട് ചെയ്തല്ലേ നമ്പറാണ്, ഓരോ ബസ്സിന് നമ്പർ ആയിരിക്കും ആ റൂട്ട് കൂടെ. ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബസ്സിലേക്കുള്ള നമ്പർ വരും, ഏതൊക്കെ ബസ് കയറിയാൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതെ, അത് കൂടാണ്ട് BMTCന്റെ തന്നെ അവരുടെ തന്നെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റും ഉണ്ട്. അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ റൂട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട്. സോ ഫോർ എക്സാമ്പിൾ എല്ലാ ബസ്സിലും ഈ പറയുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നെയിം ബോർഡ്സ് കൊടുക്കണമെന്നില്ല. ബട്ട് ബസ്സിന്റെ നമ്പർ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ റൂട്ടും സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ BMTCന്റെ ആപ്പിലേക്ക് BMTCന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്താൽ. അതേപോലെ ഇപ്പോൾ ഡെയിലി പാസ് എടുക്കുകയാണെങ്കിൽ ടുമോക്ക് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഡെയിലി പാസ് അതായത് ബസ്സിൽ നിന്ന് എടുക്കാൻ പറ്റും, അല്ലാതെ ഈ ആപ്പ് വഴി എടുക്കാൻ പറ്റും. അതിൽ ഓരോ സ്റ്റോപ്പുകൾ ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ആ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ബസ്സുകളിൽ ഇപ്പോൾ UPI ഗൂഗിൾ പേ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറയുന്നത് വേറൊരു എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ റൈഡാണ് നമ്മുടെ ബൈക്ക് ടാക്സീസ്. അതിപ്പോ ഈ പറയുന്ന പോലെ റാപ്പിഡോ ഉണ്ട്, അതേപോലെ ഊബർ ഉണ്ട്. ഊബറിൽ ഈ പറയുന്ന പോലെ ബൈക്ക് ടാക്സി എന്ന് പറയുമ്പോൾ ഓട്ടോ കാശിനെയും കാട്ടിയും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അവരുടെ മിനിമം റേറ്റ് ലൈക്ക് അറൌണ്ട് 40-45 ആ റേഞ്ചിലാണ്. നമുക്കൊരു 4-5 കിലോമീറ്റർ വിസിനിറ്റിയിലാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 60 to 70 rupees മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ ബൈക്ക് ചാർജ്. അത് നമുക്ക് വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വെച്ചെങ്കിൽ അവർക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ എടുത്ത് വരുന്ന ബസ് സ്റ്റോപ്പ് അല്ല മെട്രോ സ്റ്റേഷനൊക്കെ ഏതാണെന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പം കലാശിപ്പാളയത്ത് വന്നിറങ്ങുന്ന ആളുകളുണ്ടാവും, അതുപോലെ സാറ്റലൈറ്റ് വന്നിറങ്ങുന്ന ആളുകളുണ്ടാവും, മെജസ്റ്റിക്കിൽ വന്നിറങ്ങുന്ന ആളുകളുണ്ടാവും, മടിവാൾ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. ഇപ്പം കർണാടക RTCന്റെ ഒരു ബസ് ആണെങ്കിൽ അത് സാറ്റലൈറ്റിൽ നിർത്തും, മെജസ്റ്റിക്കിലും നിർത്തും, ശാന്തിനഗറിലും നിർത്തും. നമ്മളെ ഡെസ്റ്റിനേഷൻ എടുത്തുള്ളത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്റ്റോപ്പ് നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ അഗെയിൻ നിങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ്. ബട്ട് ഇതുപോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് ഓബിയസ്ലി ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ, സോ ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്ന സമയത്ത് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ദുരനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളത് കമന്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഉണ്ടായെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യും. അതേപോലെ വരുന്ന ആളുകൾ അവരുടെ ഗുഡ്സ്, അതായത് ഈ ബാഗ്സ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും പേഴ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പൊ എവിടെ ബസ് ഇറങ്ങുമ്പോഴോ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വിത്തിൻ സെക്കൻഡ്സ് തന്നെ അടിച്ച് മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കള്ളന്മാര് ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ അമല് പറഞ്ഞ ഒരുപാട് ബസ് സ്റ്റോപ്സ് ലൈക്ക് ശാന്തിനഗർ, മെജസ്റ്റിക് ഇതൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിപ്പോ രാവിലെ 5 മണിയാണെങ്കിൽ കൂടി നമ്മളിപ്പോ സാധാരണ ബസ് ഇറങ്ങുന്നത് കേരളത്തിൽ നിന്ന് ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ നോർമലി ഒരു 5 മണി 4 മണിക്കാണ് നമ്മുടെ അവിടെ ഇറങ്ങുന്നത്. എങ്കിലും ആ ഒരു ടൈമിൽ കൂടി നല്ല റഷുള്ള ഏരിയ ആണ്. അപ്പൊ സോ ബേസിക്കലി ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഡെഫിനറ്റ് ആയിട്ട് കെയർ ചെയ്യാം. കാരണം ഈ പറയുന്ന പോലെ പോക്കറ്റ് അടി, ഫോൺ അടിച്ചുകൊണ്ട് പോകുക, അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ടേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെട്രോനെ പറ്റി പറയുകയാണെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ അതിന്റെ സെൻട്രായിട്ട് വരുന്ന മെജസ്റ്റിക് ആണ്. ഈ രണ്ട് പർപ്പിൾ ലൈൻ ആയാലും ഗ്രീൻ ലൈൻ ആയാലും കണക്ട് ആവുന്നത് മെജസ്റ്റിക് വെച്ചാണ്. അതേപോലെ എവിടുന്ന് വെച്ച് കയറിയാലും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നെന്ന് വെച്ച് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ ഇപ്പം വൈറ്റ് ഫീൽഡ്, ഇന്ദിരാനഗർ, MG റോഡ് ഇതൊക്കെ വരുന്നത് പർപ്പിൾ ലൈനിൽ വരുന്ന സ്ഥലത്താണ്. അതേപോലെ ജയനഗർ, JP നഗർ, ജാലഹള്ളി, അതുപോലെ പീനിയ ഇതൊക്കെ വരുന്നത് ഗ്രീൻ ലൈനകത്ത് വരുന്നതാണ്. ഇത് രണ്ടും കൂടി ജോയിന്റ് ആവുന്ന സ്ഥലമാണ് നമ്മുടെ മെജസ്റ്റിക്. സോ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കയറിയിരിക്കുന്ന അവിടെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ റൂട്ട് മാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷിലാണെങ്കിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ സോ ബേസിക്കലി നമുക്ക് ഇംഗ്ലീഷില് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് കാര്യങ്ങളുണ്ട് പോയി ചോദിച്ചാൽ മതി.
അതെ. ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വന്നത് എന്താ വെച്ചാൽ മെട്രോ മൺഡേസിൽ 4 മണി മുതൽ ഫംഗ്ഷൻ ആവുന്നുണ്ടെന്നാ. അതായത് രാവിലെ 4 തൊട്ട്. അതെ, അവര് പറഞ്ഞ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ബാംഗ്ലൂരിന് ഔട്ട്സൈഡേഴ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നേരത്തെ 4 to രാത്രി 11 ഒക്കെ വരെയാണ് ഇപ്പൊ മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നോർമലി 11 o'clock ലാസ്റ്റ് മെട്രോ എടുക്കുക. അത് നല്ലൊരു ഓപ്ഷൻ. മൺഡേ മാത്രമാണ് ഇപ്പൊ ഈ ഒരു ഓപ്ഷൻ വന്നത്, അതായത് 4 o'clock 5 o'clock സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. കാരണം എല്ലാവരും സൺഡേ തിരിച്ച് അതെ. മൺഡേ രാവിലെ. ഇതേപോലെ കാര്യമാണ്. വേറൊരു നല്ല അപ്ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെട്രോന്റെ ടോയ്ലറ്റും വാഷ്റൂംസ് ഒക്കെ കുറച്ചുകൂടി വൃത്തിയുള്ളതാണ്. അതെ അതെ. അപ്പോൾ അത് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സത്യമായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. പിന്നെ ഫ്ലൈറ്റിൽ വഴി വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എയർപോർട്ട് കുറച്ച് ദൂരെയാണെങ്കിലും ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് റേറ്റ് കുറവാണ്. ഒരു 2000-3000 റേഞ്ചിലാണ് കൊച്ചിയിൽ നിന്നൊക്കെ ഒരു ഫ്ലൈറ്റ് റേറ്റ് വരുന്നത്. അതെ, 2500-3000 ആ റേഞ്ച്. ഇപ്പോൾ ആദ്യമായി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഊബർ ഓല സൗകര്യങ്ങളും അതേപോലെ BMTCന്റെ ബസ് സൗകര്യവും ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ എയർപോർട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ വായു വജ്ര എന്ന് പറയുന്ന കിയ ബസ് സർവീസസ് ഉണ്ട്, KA സർവീസസ്. അതെ. സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിപ്പം ടാക്സി പിടിച്ചിട്ടാണ് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ സിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 1500-2000 റേഞ്ചിലാണ് ചാർജ് ചെയ്യുക. ബട്ട് അതിലും നല്ല ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ KIA സീരീസിലുള്ള വായു വജ്ര ബസ് സർവീസ് ഉണ്ട്. വോൾവോ, അതായത് BMTCന്റെ തന്നെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ബസ്സസ് ആണ്. അത് ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 250-300 ആ റേഞ്ചിലാണ് നിങ്ങൾക്ക് സിറ്റിയിലേക്ക് എത്താൻ പറ്റും. വളരെ കോസ്റ്റ് എഫിഷ്യന്റ്, നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ട്രാവലുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അത് എയർപോർട്ടിലേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സർവീസ്. നിങ്ങളുടെ ലഗേജ് എത്ര ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മെയിൻ ഏരിയാസിലേക്കൊക്കെ കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് ആണെങ്കിലും മെജസ്റ്റിക്, ഇലക്ട്രോണിക് സിറ്റി ഏരിയാസിലേക്കൊക്കെ എല്ലാ സൈഡിലേക്കും ഒരു കണക്ഷൻ വരുന്നുണ്ട്. BMTCയുടെ AC ബസ്സസ് കണ്ടിട്ടുണ്ട് ഇതേപോലെ HSRലേക്കും വൈറ്റ് ഫീൽഡിലേക്കും ആയിട്ട്. ഇത് എയർപോർട്ടിനകത്ത് മാത്രം സ്പെഷ്യൽ സർവീസ് ഇറങ്ങുന്നത് KIA എന്ന് പറയുന്ന കിയ ബസ്സസ്. അവരുടേതും ഈ പറയുന്ന പോലെ അവരുടെ തന്നെ വായുവജ്ര ബസ് സർവീസ് നിങ്ങൾ ഗൂഗിൾ ചെയ്തതിനാൽ അവരുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് അതിന്റെ അതെങ്ങനെ പ്രീ ബുക്കിംഗ് ആണോ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ്? അവിടെ നിന്ന് തന്നെ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന. പിന്നെ നോർമൽ ബസ്സിനെക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന്, ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഭയങ്കര കൺവീനിയന്റ് ആണ്, കുറച്ച് പ്രീമിയം അല്ല, അപ്പോൾ എന്തായാലും റേറ്റും കുറച്ച്. അതെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബാംഗ്ലൂർ വിശേഷങ്ങൾ, ട്രാവലിംഗ് ഓപ്ഷൻസ് ബാംഗ്ലൂർ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കുള്ള. അതെ. അപ്പം കൂടുതൽ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും, എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് എത്തും. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, സോ സീ യു ഓൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം. Okay, bye. Bye.